നിങ്ങളുമായിട്ട് സംസാരിച്ചാൽ മറ്റൊരാൾക്ക് ആത്മീയമായി ചാർജ് ഉണ്ടാവുമോ? നിങ്ങളുമായിട്ട് സംസാരിച്ചാൽ അടുത്തിരിക്കുന്ന ആൾക്ക് ഉത്തേജനമുണ്ടാകുമോ? അവരൊരു പടി കൂടെ ഉണർന്നുവോ? അവരൊരു പടി കൂടെ ബലപ്പെടുമോ? അവരുടെ വായിൽ നിന്ന് ഒരു ഹല്ലേലൂയ വരുമോ? അതോ അവർ താടിക്ക് കൈ കൊടുക്കുമോ? അതോ അവർ നിരാശരാകുമോ? കഷ്ടത എന്ന കഠിന ശോധനയിലും സന്തോഷ സമൃദ്ധി. അടുത്ത വാക്യം, മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അവരുടെ ദാരിദ്ര്യത്തിനും പൗലോസ് പറയുന്നത് എന്നാ ദാരിദ്ര്യം എന്നാ? അതിൽ കൂടിയ ദാരിദ്ര്യം ഇല്ല. അതിനേക്കാളൊക്കെ പൈസക്കാരാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും. കേട്ടോ, മഹാദാരിദ്ര്യ. പക്ഷെ അവരെന്നാ ചെയ്തു? ധാരാളം സ്വോത്രകാഴ്ച കിട്ടും, ധാരാളം വാരി കിട്ടും സ്വോത്രകാഴ്ച. സ്വോത്രം. ആമേൻ. മഹാദാരിദ്ര്യത്തിൽ ധാരാളം. ഒരു കാര്യം ഓർത്തോണം, ഉള്ളപ്പോഴല്ല നാം കൊടുത്തത്, ഇല്ലാത്തപ്പോഴാണ് നമ്മൾ കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഈ ഉള്ളപ്പോഴുള്ള കുഴപ്പമെല്ലാം ചെയ്ത് കൂട്ടി കൂട്ടി വെക്കുന്ന ഒരു രസമാണ്, കാണാനൊരു ഭംഗിയുണ്ട്. ഇല്ലാത്തപ്പോൾ ഏതായാലും കൂട്ടാനൊക്കെ ഇല്ല, അതുകൊണ്ട് കൊടുത്തേക്കാന്ന് ഓർത്ത് കൊടുക്കും. സ്തോത്രം. ഉള്ളവരൊന്നും അല്ല കൊടുത്തത്, അവരുടെ വരവ് കണ്ട ഇപ്പം മൊത്തം കൊടുത്തുകളെയും തോന്നും. വെറുതെ ഈ പൊങ്ങച്ചേ ഉള്ളൂ, ഒന്നും കൊടുക്കില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഏലിയാവിനെ സ്പോൺസർ ചെയ്യാൻ വേണ്ടി മരിക്കാനിരിക്കുന്ന പുള്ളിക്കാരത്തിയെ ചുമതലപ്പെടുത്തിയത്. വേറെ ആൾക്കാരില്ലാഞ്ഞിട്ടാണ്. കാരണം ആ പുള്ളിക്കാരത്തിയെ കൊടുക്കത്തോളം ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷയൊന്നും ആരിലും വെക്കരുത്. വണ്ടിയുടെ വലിപ്പം കാണുമ്പോഴും ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ ഒന്നും വലിയ പ്രതീക്ഷ വെക്കണ്ട. അവരൊന്നും ആയിരിക്കുകയല്ല സഹായിക്കാൻ പോണത്. ഒരു ഗതിയില്ലാതെ വട്ടം കറങ്ങുന്നവനെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിപ്പാൻ ഇന്ന് രാത്രിയിലും ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ബലഹീനരും പാവപ്പെട്ടവരുമായ ആളുകളെ കാണുമ്പോൾ വിഷമിക്കൊന്നും വേണ്ട. അവരിലൂടെ വേല നടത്തിക്കൊണ്ട് പോകുവാൻ ദൈവത്തിന് കഴിയും. കാരണം മഹത്വം ദൈവത്തിനാണല്ലോ. ഇങ്ങനെ കഠിന കഷ്ടതയിൽ സന്തോഷ സമൃദ്ധിയും കഠിന ദാരിദ്ര്യത്തിൽ ഔദാര്യം കാണിക്കാനും കഴിയുന്ന ഒരു മാർഗമാണ് രക്ഷിക്കപ്പെട്ടവരുടെ മാർഗം. ഈ മാർഗത്തിലാണോ നിങ്ങൾ ആയിരിക്കുന്നത്? നിങ്ങളുടെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് പറയാം. ഈ രക്ഷിക്കപ്പെട്ട ശേഷം പാപം ചെയ്യുന്നത് കൊണ്ടാണ്, പാപം പറയുന്നത് കൊണ്ടാണ്, പാപം ചിന്തിക്കുന്നത് കൊണ്ടാണ്. പാപം ചിന്തിക്കുന്നത് കൊണ്ടും പാപം ചെയ്യുന്നത് കൊണ്ടും പാപം സംസാരിക്കുന്നത് കൊണ്ടും കണക്ഷൻ വിട്ടുപോകും, രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകും. ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? വളരണം, വളരണം, രക്ഷയ്ക്കായി വളരണം. വളർന്നില്ലെങ്കിലോ? അതാണ് ഇനിയും പറയേണ്ടത്. അവിടേക്ക് ഓടിപ്പോകാം നമുക്ക്. നമ്മുടെ ഇന്നത്തെ ദൂത് 1 പത്രോസ് 2:1-2 ഒന്നുകൂടെ വായിക്കണേ പ്ലീസ്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. രക്ഷയ്ക്കായി വളരുക, രക്ഷയിൽ വളരുക. ഇന്ന് രാത്രിയിൽ വർഷങ്ങളായി ചെറുവക്കൽ കൺവെൻഷനിൽ സംബന്ധിക്കുന്ന വിശുദ്ധന്മാരെ, പുതുതായിട്ട് പങ്കെടുക്കുന്നവരെ, നിങ്ങളോട് വളരെ ഗൗരവത്തോടുകൂടെ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച ഒരു സന്ദേശം ഞാൻ കൈമാറട്ടെ. രക്ഷിക്കപ്പെട്ടാൽ പോരാ, വളരണം, ആത്മീയമായി വളരണം. വളരണമെങ്കിൽ 2 കാര്യം ചെയ്യണം. ഇവിടെ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം 2-3 പ്രാവശ്യം വായിച്ചുകൊണ്ട് ഇനിയും കാണാപ്പാടായല്ലോ. 2 കാര്യം ചെയ്യണം. 1 നീക്കണം, 2 കുടിക്കണം. സ്തോത്രം. 6 ദിവസമായി കുടി നടന്നുകൊണ്ടിരിക്കുക അല്ലേ? വചനം ഭക്ഷിക്കുക അല്ലേ, വചനം കേൾക്കുന്നതിനായി കുടിക്കുക എന്ന് പറയുന്നത്. വചനമെന്ന മായമില്ലാത്ത പാലിപ്പോൾ കുടിച്ചോണ്ടിരിക്കുക. ഓക്കെ, നീക്കുന്നത് എപ്പോഴാ? നീക്കുന്നത് എങ്ങനെയാ? വചനം കേൾക്കുമ്പോൾ നീക്കാൻ വേണ്ടി കേൾക്കണം. ഞാൻ ചോദിക്കുന്നത്, വിശ്വാസികൾ എന്തിനാ വചനം കേൾക്കുന്നത്? പുതിയ പ്രസംഗം പഠിക്കാൻ. കഷ്ടായിപ്പോയി.
എന്തിനാ വചനം കേൾക്കുന്നത്? സൗഖ്യം കിട്ടാൻ. സൗഖ്യമൊക്കെ ഉണ്ടെന്നേ, ഇനി ഇതിൽ കൂടി ഒരു സൗഖ്യമൊന്നും പ്രതീക്ഷിക്കണ്ട. ഈ ചെറിയ നടുവേദനയും മുട്ടുവേദനയൊക്കെ അതൊക്കെ അങ്ങ് മരണം വരെ കാണും. അതുകൊണ്ട് ഇനി ഒരു സൗഖ്യമൊന്നും നമുക്ക് വേണ്ട. ഇതോളം ഇനിയിപ്പോൾ ഈ പോയ മുടിയെല്ലാം തിരിച്ചു വരാനോ അതൊന്നും പ്രാർത്ഥിക്കണ്ട. ഇനി വേണ്ട. കണ്ണിന് വിഷമാണ്, ഒരു കണ്ണാടി മേടിച്ച് വെച്ചു, മതി. ഇനിയിപ്പോൾ അതൊന്നും അല്ല നമുക്ക് ഈ വചനത്തിലൂടെ നടക്കേണ്ടത്. വിശ്വാസി വചനം കേൾക്കുന്നത് എന്തിനാ? ഒരു ചോദ്യമാണ്. ഉത്തരം നിങ്ങൾ പറയണം. പക്ഷെ ഇപ്പം ഇവിടെ പറയണ്ട, വീട്ടിൽ പറഞ്ഞാൽ മതി. വിശ്വാസി വചനം കേൾക്കുന്നത് അവനിൽ തിരുത്താനല്ലോ ഉണ്ടോന്ന് അറിയാനാ, അല്ലാതെ എന്തിനാ? വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇനിയും തൊട്ട് വചനം കേൾക്കുമ്പോൾ എന്താ പ്രാർത്ഥിച്ചോണ്ട് പോകണ്ടേ? കർത്താവേ ആയുസ്സി കേൾക്കാത്തൊരു ദൂത്. അതൊന്നും വേണ്ട, ആയുസ്സി കേട്ടത് കേട്ടാച്ചാ മതി. എന്നെ തിരുത്താനുള്ള ഒരു സന്ദേശം ഇന്ന് രാത്രി എനിക്ക് തരണമേ എന്നത്ര പേർ പ്രാർത്ഥിക്കും. അതിന് പാസ്റ്റർ എന്നെ ഇനിയിപ്പോ എന്നെ തിരുത്താന്, ഞാൻ മറ്റുള്ളവരെ തിരുത്തിക്കൊണ്ട് നടക്കുകയില്ല. ഒരു ആത്മാർത്ഥതയോടെ ദൈവത്തോടൊന്ന് പറയാവോ? കർത്താവേ ഞാൻ പൂർണ്ണനല്ല, എനിക്കൊന്നും തിരുത്താനില്ലെന്നുള്ളവരെല്ലാം കൈ ഉയർത്തി പിടിച്ചു. ശ്രദ്ധിച്ചായിരിക്കുന്നത് എല്ലാരും, ആരും അബദ്ധമൊന്നും കാണിച്ചിട്ടില്ല. സഹോദര സഹോദര സഹോദര, എനിക്ക് തിരുത്താനൊന്നുമില്ലെന്ന് ഉറപ്പുള്ളവർ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അറിയാതെ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ ഇങ്ങനെ ശ്രദ്ധിച്ചോ. നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലായി. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആരോടാ അത് പറയുക? ഇന്ന് രാത്രിയിലോ നാളെ രാത്രിയിലോ നാളെ പകലോ കേൾക്കുന്ന വചനം നിന്നെ തിരുത്തുവാൻ നീ വില്ലിംഗ് ആണോ? നീ വില്ലിംഗ് ആണോ? നിനക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ആ നിലയിൽ ദൂത് പറയും. വിട്ടുകളയുക, പാല് കുടിക്കുക. വിട്ടുകളയുക, പാല് കുടിക്കുക. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാൻ എളുപ്പമുണ്ട്. വണ്ണം കൂടിയ ഒരു മനുഷ്യൻ തൂക്കം കുറയ്ക്കാൻ വേണ്ടി ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാവോ? ചെയ്യാം. കൃത്യമായിട്ട് പാലിക്കുവോ? പാലിക്കാം. ഇല്ലെങ്കിൽ ഞാൻ മരുന്ന് തരികയില്ല. എൻ്റെ പൊന്നു സാറേ ഞാൻ ചെയ്തോളാം. ആദ്യം വെയിറ്റ് നോക്കാൻ പറഞ്ഞു. വെയിറ്റ് നോക്കിയപ്പോൾ 108 110 കിലോയോളം ഉണ്ട്. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ കാര്യം ബുദ്ധിമുട്ടാണ്, പഥ്യം വളരെ കൃത്യമായിരിക്കണം, ചെയ്തോളാം എന്ന് പറഞ്ഞു. ഡോക്ടർ 2-3 മരുന്ന് കുറിച്ചു, ഒരു ഭക്ഷണക്രമവും കൊടുത്തു. ഭക്ഷണക്രമം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഇഡ്ഡലി, പിന്നെ ഒരു ചെറിയ പഴം, ഉച്ചയ്ക്ക് 1 സ്പൂൺ ചോറ്, 1 കഷ്ണം മീൻ, വൈകിട്ട് 1 ചപ്പാത്തി, ഇച്ചിരി പച്ചക്കറി. 1 മാസം ഇതുപോലെ കഴിച്ചു വരാൻ പറഞ്ഞു, മരുന്ന് കഴിച്ചു വരാൻ പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് തൂക്കി നോക്കിയപ്പോൾ 120. ഡോക്ടർ തന്നെ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു കേസ് ഈ ഹോസ്പിറ്റലിൽ ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾ എങ്ങനെയാ മരുന്ന് കഴിച്ചതെന്ന് ചോദിച്ചു. സാറ് പറഞ്ഞ പോലെയാ കഴിച്ചത്. ഫുഡ് എങ്ങനെയാ കഴിച്ചത്? അത് ആഹാരത്തിന് ശേഷമാണെന്ന് പറഞ്ഞു. അതിന് ശേഷം എങ്ങനെ കുറയാനാ? പുള്ളി സാധാരണ കഴിച്ചോണ്ടിരുന്ന സാധനം എല്ലാം, ചിക്കനും മട്ടനും എല്ലാം കഴിഞ്ഞ് വെച്ച് 1 ഇഡ്ഡലി. പുള്ളി ഇഡ്ഡലിയും കൂടെ മരുന്നായിട്ടാ കൂട്ടിയത്. എങ്ങനെ കുറയാനാ? ഓക്കെ, ഇഡ്ഡലി വിട്ടാറ്, ഇനി ഇങ്ങോട്ട് വാ. വർഷങ്ങളായി കേൾക്കുന്നുണ്ട്. ഏതിനു ശേഷാ? ആഹാരത്തിന് ശേഷം. നേരത്തെ തണുത്തിക്കൊണ്ടിരുന്ന കുശുപ്പ്, കുഞ്ഞായ്മ, ഏഷണി പരിപാടിക്കെല്ലാം ശേഷം ഇത് കേട്ടിട്ട് ഗ്ലോറി എന്ന് പറഞ്ഞു പോവുക. നീ അടുത്ത കാലത്ത് നീ നിന്നിൽ നിന്ന് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ? ഈ മീശ പഠിച്ചതല്ല ഞാൻ ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും നീക്കാൻ നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും ഒരു പ്രവാചകൻ ആരുടെയും തലേ കൈ വെച്ചിട്ട് മകനെ നിനക്കല്പം അസൂയുണ്ട് പറഞ്ഞിട്ടുണ്ടോ? പറയല, കാരണം നമുക്കറിയാം ഉണ്ടെന്നുള്ളത്. എന്തിനാ പരിശുദ്ധ പറയുന്നത്? നിനക്ക് കുശുമ്പ് കെട്ടിക്കിടപ്പുണ്ട് മോനെ, പറയത്തില്ല, കാരണം നിനക്കും അറിയാം എനിക്കും അറിയാം.
നമ്മൾ എന്തോ നീക്കിയത്? പറഞ്ഞു വരുമ്പോ പിണങ്ങരുത്, ബാലൻസ് തെറ്റരുത്, ദുരുപദേശം ഒന്നും പറയാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കുകയില്ല. 1 പത്രോസ് 3:3 വായിച്ചേ. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും. അവിടെ പൊന്ന് നീക്കണം എന്നാണോ പൊന്നല്ല എന്നാണോ പറഞ്ഞിരിക്കുന്നത്? അല്ലേ? ആണല്ലോ. എന്നാൽ 2:1 എന്നാ പറഞ്ഞിരിക്കുന്നത്? ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്. അത് നീക്കിയേ പറ്റൂ. അപ്പൊ ഇത് പറയുമ്പോ ബാബു ചെറിയാൻ സ്വർണ്ണം ഇട്ടോളാൻ പറഞ്ഞു എന്നാണോ ഇതിന്റെ അർത്ഥം? കപടഭക്തരായ ഒരു കൂട്ടം ആളുകളെ വളർത്താനാണോ ഈ കൂട്ടായ്മ തുടങ്ങിയത്? നീക്കാൻ താല്പര്യമുണ്ടോ? എന്തോ ആ വിശുദ്ധി. ഈ ഉടുപ്പിന്റെ മുകളിലോട്ട് കോട്ട് ഇട്ട് കഴിയുമ്പോ കറുത്തായല്ലോ, അതിന് കുഴപ്പമില്ലേ? അപ്പൊ അന്നേരം വൈറ്റിന് എത്ര പ്രാധാന്യതയില്ലേ? ഇതൊന്നും പറഞ്ഞ ആളുകളെ പറ്റിക്കരുത്. ഇന്ത്യൻ കൾച്ചറിന് ഈ ഡ്രസ്സ് നല്ലതാ, ഓക്കെ, അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഇതും വിശുദ്ധിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇതൊന്നും പറഞ്ഞ് ജനത്തെ പറ്റിക്കരുത്. നിന്റെ അകത്തുനിന്ന് എന്തെങ്കിലും ഒന്ന് മാറ്റിയിട്ടുണ്ടോ? നീ ക്ഷമിക്കാൻ നിനക്ക് പറ്റുമോ? മറക്കാൻ നിനക്ക് പറ്റുമോ? മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠത എണ്ണാൻ നിനക്ക് പറ്റുമോ? എവിടേക്കാണ് ഈ യാത്ര? എന്താ പഠിച്ചത്? എന്താ പഠിപ്പിക്കുന്നത്? ഇനി എന്നെ ഞെട്ടിപ്പിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. 2:1 നമ്മൾ പഠിച്ചോണ്ടിരിക്കുക. 1 പത്രോസ് 2:1. അത് ആരോടാ പറയുന്നതെന്നുള്ളതാണ് ഞെട്ടിപ്പിച്ച കാര്യം. ഒന്ന് ചേർന്ന് പറഞ്ഞ ആരോടാ? എന്നാ സംശയം? രക്ഷിക്കപ്പെട്ടവരോട്. 1:23 ഉറക്കെ വായിച്ചേ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വീണ്ടും ജനിച്ചവരോടാ പറയുന്നത്. അങ്ങനെയാണ് ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. വീണ്ടും ജനിച്ചവർക്ക് ദുഷ്ടതയുണ്ടോ? ഉണ്ടോ? ചതിയുണ്ടോ? വ്യാജഭാവമുണ്ടോ? അസൂയുണ്ടോ? നുണയുണ്ടോ? ഉണ്ട്. ഉണ്ട്. അതെന്ത് ചെയ്യണം? നീക്കണം. അനുദിനം നീക്കണം. അനുദിനം നീക്കണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നീക്കാൻ? ഇത് നീക്കാതെയാണോ ഈ വിശുദ്ധനാന്ന് പറഞ്ഞ് നടക്കുന്നത്? ഞാൻ പ്രസംഗിച്ചാവണോ ഞാൻ വിശുദ്ധനാവുമോ? ഇല്ല. അത് ഫലമല്ലല്ലോ, അത് വരയല്ലേ പ്രസംഗം. എനിക്ക് ബൈബിൾ കാണാപ്പാടാ അറിയാം, അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുമോ? എറ്റി കൗരിന്റെ പുസ്തകം അറിയാമല്ലോ, MC ജോസഫിന്റെ ഇടമറിയനും അറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അരമണിക്കൂർ പ്രസംഗിക്കും. ഞാൻ അവിടെ പോയി, ഉഗാണ്ടായി പോയി, ഗൾഫിൽ പോയി, അമേരിക്ക പോയി. അതുകൊണ്ടൊന്നും ഞാൻ വിശുദ്ധനാകണമെന്നില്ല. അതെല്ലാം ദൈവം തന്ന അവസരങ്ങൾ. താഴ്മയോടെ നന്ദി പറയുന്നു. പക്ഷേ നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നോ? ഈ വിശ്വാസി വന്ന ശേഷം മീശ മാറിയിട്ടുണ്ട്, ശരിയാ. പക്ഷേ സ്വഭാവം ക്ഷമ വർദ്ധിച്ചിട്ടുണ്ടോ? പക കുറഞ്ഞിട്ടുണ്ടോ? വൈരാഗ്യം കുറഞ്ഞിട്ടുണ്ടോ? സ്നേഹം വർദ്ധിച്ചിട്ടുണ്ടോ? ബഹുമാനം വർദ്ധിച്ചിട്ടുണ്ടോ? സഹനശക്തി വർദ്ധിച്ചിട്ടുണ്ടോ? ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? വിനയപ്പെടാൻ കഴിയുന്നുണ്ടോ? താഴ്മയുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നീക്കാൻ എന്തെങ്കിലും എന്നിലുണ്ടോ എന്ന് പരിശോധിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇത് പറഞ്ഞാൽ നടക്കത്തില്ല, പരിശുദ്ധാത്മാവ് വരണം. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ നടന്നത് ഇന്ന് ഇവിടെ നടക്കും. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് എൻ്റെ കർത്താവേ
എന്നെ ശുദ്ധീകരണത്തിലേക്ക് ഇന്ന് രാത്രി നയിക്കണമേ. എനിക്കൊരു ആത്മീയ വളർച്ച തരണമേ. എൻ്റെ കപടഭക്തിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഇന്ന് രാത്രി ചെറുവക്കലിൽ സംഭവിക്കും. ഇവിടെ മാത്രമല്ല, ദൂരെ ഇരുന്ന് വചനം കേൾക്കുന്നവരിൽ സംഭവിക്കും. ഈ ക്ലാസ് എറണാകുളം പട്ടണത്തിൽ ഒരു ഹോൾ വാടകയ്ക്ക് എടുത്ത് എവരി ലാസ്റ്റ് സാറ്റർഡേ നടത്തിക്കൊണ്ടിരിക്കുക. നാളെയുണ്ട്, നാളെ 10 മുതൽ 2 വരെ ക്ലാസ് ഉണ്ട്. അത് വീഡിയോയിൽ എടുത്ത് ഹാർവസ്റ്റ് ടിവിയിൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 വരുന്നുണ്ട്. ഒരു മനുഷ്യൻ പെരുമ്പാവൂരിരുന്ന് ആ ക്ലാസ് അവർ റിപ്പീറ്റ് ചെയ്ത് രാത്രിയിലിട്ടു. രാത്രി 2 മണിക്ക് ആ മനുഷ്യനത് കേട്ടു. ആ മനുഷ്യന്റെ മകളുടെ വിവാഹം സംബന്ധിച്ചൊരു പ്രോബ്ലം ഉണ്ടായി. മകളുടെ കുടുംബജീവിതം തകർന്നതുകൊണ്ട് ഈ ഒരു വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഉറക്കം വരാതെ മുറി കൂടെ നടക്കുമ്പോൾ ടി വിയിൽ എന്നാ ഓർത്ത് ഒന്ന് ഓൺ ചെയ്തു. 2 മണി രാത്രിക്ക് ഈ വാക്യം 1 പത്രോസ് 2:1 പ്രസംഗിക്കുന്നത് കേട്ടു. ആ മനുഷ്യൻ അവിടെ ഇരുന്നുകൊണ്ട് അർദ്ധരാത്രിക്ക് SMS അയച്ചു, "Can I speak to you?" ഞാൻ നേരം വെളുത്ത് നോക്കുമ്പോൾ SMS കണ്ടു. അദ്ദേഹത്തിന് വിളിച്ചു. അദ്ദേഹം രാവിലെ വീട്ടിൽ വന്നു. "പാസ്റ്ററേ, ഞാൻ മുഖസ്തുതി പറയുന്ന ആളല്ല, ടെലിവിഷനിലൂടെയാ കേട്ടതെങ്കിലും എന്റെ ശരീരത്തെ ആ വചനം തൊട്ടു, എന്റെ ഹൃദയത്തെ ആ വചനം തൊട്ടു. എന്റെ മക്കളുടെ വിഷയത്തിൽ ഞാൻ തകർന്നു നിൽക്കുകയായിരുന്നു. എന്നെ അകത്ത് കയറി പരിശുദ്ധാത്മാവ് ചികിത്സിച്ചു." ആഗ്രഹം ഉണ്ടെങ്കിൽ, ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു ശുദ്ധീകരണം ഇവിടെ ആത്മാവ് ചെയ്യും. ആത്മാവ് ഇവിടെ ഇറങ്ങി വരും. വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു എന്ന് എഴുതിയത് ഇന്ന് രാത്രിയിൽ ഇവിടെ സംഭവിച്ചു തുടങ്ങി. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, "കർത്താവേ, യഥാർത്ഥ ഒരു ശുദ്ധീകരണത്തിലേക്ക് എന്നെ നയിക്കണമേ" എന്നൊന്ന് പറഞ്ഞേ കർത്താവിനോട്. ഈ കപടഭക്തിയിൽ നിന്നൊരു വിടുതൽ നമുക്ക് വേണ്ടേ? സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവം, ഇല്ലാത്തത് അഭിനയിക്കുക, കപടഭക്തി, വ്യാജഭാവം, അസൂയ, നുണ. പാസ്റ്റർ PD ജോൺസൺ പ്രസംഗിച്ച ഒരു കാസറ്റ് ഞാൻ കേട്ടു. നുണ 4 തരം: പച്ചക്കള്ളം, വെള്ളക്കള്ളം, കല്ലുവെച്ച നുണ, വിശുദ്ധ നുണ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റില്ല, കാസറ്റിലല്ലേ വിശുദ്ധ നുണയെന്ന് പറഞ്ഞാൽ എന്നാ സാറേ? വിശുദ്ധന്മാർ പറയുന്ന നുണയെന്നായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറയുന്നു, നീക്കിക്കളയണം. ഇന്ന് രാത്രി അവിടെ ഇരുന്നോണ്ട് പറ, "കർത്താവേ, നീക്കാൻ എനിക്ക് കഴിയുന്നില്ല" എന്നൊന്ന് പറ. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. നീക്കാൻ നിന്നെ സഹായിക്കും. എങ്കിലേ അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ നിനക്ക് ലഭിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നീക്കാൻ താല്പര്യമുണ്ടോ? നീക്കാൻ മനസ്സുണ്ടോ? എന്തിനു വചനം കേൾക്കണം? വചനം കേൾക്കുമ്പോൾ ഇത് പറയണം, എൻ്റെ ബലഹീനത എന്നെ ഒന്ന് കാണിച്ചു തരണമേ, എൻ്റെ കുറവുകൾ എന്നെ ഒന്ന് കാണിച്ചു തരണമേ, എന്നെ തിരുത്താൻ ഈ യോഗത്തിൽ എന്നെ ഇടയാക്കണമേ, എന്നോട് ഇടപെടണമേ, എന്നെ ചികിത്സിക്കണമേ. നിത്യതയിലെത്തുന്നതിന് തടസ്സമായി എന്നിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വെളിപ്പെടുത്തി തരണേ കർത്താവേ. അത് മൂടി വെച്ചോണ്ട് ഈ യോഗത്തിൽ നിന്ന് പോകല്ലേ. പല പ്രാവശ്യം പറഞ്ഞതാണേലും എല്ലാവരും ഒന്നും എല്ലാം കേൾക്കുന്നില്ലല്ലോ, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുക, ക്ഷമിക്കണം. 2 ചെറുപ്പക്കാർ മോട്ടോർ സൈക്കിളിൽ നിന്ന് വീണു. 2 പേരുടെയും വലത്തെ കാല് ഒടിഞ്ഞു. തിരുമാൻ പോയി. ഈ പ്ലാസ്റ്ററൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടും ചട്ടുണ്ട് 2-നും. അപ്പൊ ആരാണ്ട് പറഞ്ഞ് നല്ലൊരു തിരുമു വിദഗ്ധനുണ്ട്, അവിടെ ചെന്ന് ശരിക്കൊന്ന് തിരുമി ആ ചട്ട് മാറുമെന്നു. അവർ ചെന്നു, ഫിസിയോതെറാപ്പി അവിടെ ചെന്നു. 1ാമത്തെ ആളെ വിളിച്ചു തിരുമു തുടങ്ങി. ചവിട്ടി തിരുമുന്ന ഇച്ചിരി വേദനയുണ്ട്, കഠിനമായ വേദന. അവനകത്ത് കിടന്ന് കരയുന്നത് മറ്റവൻ പുറത്തിരുന്ന് കേട്ടു. അവനൊരു തീരുമാനം എടുത്തു,
ഇതിനേക്കാൾ നല്ലത് ചട്ടി നടക്കുക. മറ്റവൻ വേദന സഹിച്ച് പൊളഞ്ഞ് തിരുമ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോൾ ഇവൻ ചോദിച്ചാൽ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, സഹിക്കാവുന്നതേ ഉള്ളൂ, ഇവനും കൂടെ കിട്ടട്ടെന്ന് ഓർത്തിട്ടാ. അത് കഴിഞ്ഞ് ഇവൻ അകത്തോട്ട് പോയി. ഇവൻ കരയുന്ന കേൾക്കാൻ മറ്റോ പുറത്തിരിക്കുക. എന്തായാലും നമുക്ക് വന്നതുപോലെ വേറൊരാൾക്ക് വരുമ്പോൾ നമുക്കൊരാശ്വാസം ഇല്ലേ? ഇല്ലേ? ശരി ഇല്ലേ? അതാ. അപ്പോൾ അവനും കൂടെ കരയുന്ന കേൾക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അവൻ അക്ഷരം മിണ്ടിയില്ല. അതോടുകൂടെ ചങ്ക് തകർന്നു പോയി. ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു, സത്യം പറ, നിന്നെ തിരുമിയില്ലടാ? തിരുമി, നീ തന്നെ കരയാഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയിട്ട് പറയാമെന്ന് പറഞ്ഞു. പോണ വഴി നിർത്തി ചായ കുടിക്കാൻ നിർത്തിയെടുത്ത് ചോദിച്ചു, സത്യം പറ. അവൻ പറഞ്ഞു, ഞാൻ ഇടത്തെ കാലാ കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. ആർക്ക് പോയി? മറ്റേ പുള്ളിയുടെ ചട്ടു മാറി. ഇവൻ ഇപ്പോഴും ചൊണ്ടി നടക്കും. ഇങ്ങനെ വർഷങ്ങളായിട്ട് ചൊണ്ടി നടക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ? എവിടെയാ? പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്. നിന്റെ ചട്ട് മാറണോ? ഈ ഡോക്ടർക്ക് എന്നാ നിർബന്ധം? നീ ഇടത്തെ കാല് കാണിച്ച ഇടത്തെ കാല് തിരുമ്പും. ഇവിടെ ഇരുന്ന് ഏതാ ഇപ്പൊ കാണിച്ചത്? ഇല്ല, ഇപ്പൊ 5 ദിവസം കഴിഞ്ഞില്ലേ? എന്തോ കാണിച്ചു തന്നെ? കർത്താവ്, എന്നെ തൊടുന്ന ഒന്നും വരരുതേ, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, അതല്ലേ പറഞ്ഞോണ്ടിരുന്നേ? വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ഒരു വലിയ മഹായോഗത്തിൽ പ്രസംഗിച്ച് ഞാൻ ഇറങ്ങി വരുമ്പോൾ ഒരാൾ എൻ്റെ കയ്യെ പിടിച്ചു പറയാ, എല്ലാവർക്കും നല്ലോണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ പുള്ളിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ വല്ലവർക്കും കിട്ടുന്നുണ്ടോന്നാ നോക്കുന്നേ. എന്നിട്ട് സന്തോഷിക്കാനാ. നിനക്ക് വല്ലതും കിട്ടിയോ കുഞ്ഞേ? ജീസസ്. സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ വാഞ്ചിപ്പിക്കും. ഈ ദൂത് വളരെ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നതുകൊണ്ട് ഇതിവിടെ എടുത്തതാ. ഇനിയുണ്ട്, തീർന്നില്ല, പോവുക മുമ്പോട്ട്. പാസ്റ്ററെ, ഒരു സംശയം. നീക്കുന്നില്ല, കുടിക്കുന്നുണ്ട്, എന്ത് സംഭവിക്കും? എന്തെങ്കിലും സംഭവിക്കുമല്ലോ, ഇല്ലേ? നീക്കുന്നില്ല, 10, 20, 30, 40 കൊല്ലമായിട്ട് കുടിക്കുക. അപ്പം ഈ ആൾ വളരുമോ? വളരും. എങ്ങോട്ട് വളരും? എങ്ങനെ വളരും? ബൈബിളിലുണ്ട്. 1 കൊരിന്ത്യർ 3:1-2-3. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ. ഒന്ന് പഠിക്കേണ്ട ഭേദഭാവമായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കയറിക്കോട്ടെ. അവർക്ക് 2 പേരാ. ഒന്ന് ശിശു, അല്ലെങ്കിൽ ജഡീകൻ. അപ്പം ശിശു എന്ന് പറഞ്ഞാൽ വളരാത്തവനെന്നാണല്ലോ, അല്ലേ? അവൻ്റെ ആത്മീയ ഭാഷയിലെ പേരെന്തുവാ? ജഡീകൻ. അപ്പം വിശ്വാസത്തിൽ വന്നിട്ട് ആത്മീയ വളർച്ചയിലേക്ക് വരാത്തവരുടെ പേരാണ്, ഉറച്ചു പറഞ്ഞാട്ട്, ജഡീകൻ. അവരെ നിങ്ങൾ ജഡീകൻ എന്ന് വിളിക്കരുത്. വിളിച്ചാൽ അവർ പിണങ്ങും. അവരെ ശിശു എന്ന് വിളിച്ചാൽ മതി. ശിശു എന്നുള്ള വാക്ക് കുറച്ച് ഡീസൻ്റാണ്. ജഡീകൻ എന്ന് പറയുമ്പോൾ ഇച്ചിരി കട്ടിയാണ്. പക്ഷെ സംഭവം രണ്ടും ഒന്ന് തന്നെയാണ്. വിശ്വാസത്തിൽ വന്നു 5 കൊല്ലം 10 കൊല്ലമായിട്ടും ഒരു ആത്മീയ വളർച്ച ഇല്ലാത്തവൻ്റെ പേരാണ് ജഡീകൻ. അപ്പോൾ നീക്കേണ്ടത് നീക്കാതെ കുടിച്ചുകൊണ്ടിരുന്നാൽ ആരായിത്തീരും? ജഡീകനായിത്തീരും. അങ്ങനെ ജഡീകന്മാരിഷ്ടം പോലെ ഉണ്ടല്ലോ. ഇനി അവരെ തിരിച്ചറിയാൻ വല്ല അടയാളമുണ്ടോ? അടുത്ത വാക്യത്തിലുണ്ട്, വായിച്ചോ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു. പറഞ്ഞാൽ ആഴമുള്ള വചനങ്ങൾ താല്പര്യമില്ല. അതാണ് ജഡീകന്റെ ഒരു പ്രശ്നം. അടുത്തത് വായിച്ചോ. ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ. ഇത് മിക്കവാറും ഉണ്ട്. ഈർഷ്യയും പിണക്കവും മിക്കവാറും ഉണ്ട്. എന്ന് കണ്ടാലും മുഖം ഇങ്ങനെ വീർത്തിരിക്കും. ഈർഷ്യയും പിണക്കും. ഇന്ന് ആരോടാ ഒന്ന് പിണങ്ങാൻ ഒക്കുന്നേന്ന് ഓർത്തോണ്ടായിരിക്കുന്നത്. എന്നും ഒരു പിണക്കത്തിൻ്റെ ആത്മാവ്. ഇത് വളർച്ചക്കുറവാണ്. LKG UKG ക്ലാസ്സിലെ പിള്ളേർ പറയുന്നത് കേട്ടിട്ടില്ലേ? ടീച്ചറെ, അവൻ എന്നെ നോക്കി.
അപ്പൊ അപ്പുറത്തുനിന്ന് പറയും, സാറേ അവൻ എന്നെ നോക്കിയില്ല. രണ്ടും ഒന്നല്ലേ? സ്തോത്രം. ഇങ്ങനെ വഴക്കേ വഴക്ക്. അതുകൊണ്ടാണ് ഈ LKG പഠിപ്പിക്കുന്ന സാറുമാർ പിള്ളേരെ എഴുന്നേപ്പിച്ച് നിർത്തി കൈകൊട്ടിക്കുന്നത്. അപ്പൊ ഈ ഫുൾ ടൈം അവരതാ ചെയ്യുന്നത്. കാരണം വളർന്നിട്ടില്ല. ഇവിടെ ഇത്ര നേരം കൈകൊട്ടി, ഇപ്പൊ ഇരുത്തി വചനം തരിക. ചിലയിടത്ത് രാവിലെ തൊട്ട് വൈകുന്നവരെ ഇത് തന്നെ. കാരണം LKG അവിടെ ഇതേ നടക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കോ? ഇപ്പൊ ഇവിടെ ഇരുന്നൊരു സ്വയം പരിശോധന നടത്തി. നിലവിൽ എത്ര പേരുടെ പിണക്കുണ്ട്? പ്രൈസ് ദി ലോർഡ്. നാളെ കഴിഞ്ഞ് കൂട്ടക്കർത്തമേശമുള്ളതാ. സ്തോത്രം. എത്ര പേരുടെ പിണക്കുണ്ട്? മാക്സിമം പേര് വെട്ട. പിണക്കത്തിന്റെ ലിസ്റ്റ് കുറയ്ക്ക്. പോകാറായി, വണ്ടി വരാറായി. പിണക്കങ്ങൾ നിർത്ത. പകയും പിണക്കവും വിദ്വേഷവും വൈരാഗ്യവും പകയും അവസാനിപ്പിക്കുക. കാഹളം ധ്വനിക്കേണ്ട സമയമായി. എന്തുവാ ക്ഷമിക്കാൻ മേലാത്ത കാര്യമുള്ളത്? മറ്റൊരാളെ വേദനിപ്പിക്കുവാൻ എങ്ങനെ കഴിയും? സ്വർഗത്തിൽ പോകാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരാൾക്ക് സ്തുതിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യ പിണക്കവും വായിച്ചതായിട്ട്. ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ശേഷം മനുഷ്യരെ പോലെയാ. മറ്റുള്ളവരിൽ നിന്ന് കാര്യമായ വ്യത്യാസമൊന്നുമില്ല. വായിച്ചോ. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ അപ്പൊ വളർന്നിട്ടില്ലെങ്കിലും എന്തുണ്ട്? ഗ്രൂപ്പിസം ഉണ്ട്. ഗ്രൂപ്പിന്റെ ആളാ. അപ്പൊ ആത്മീയമായ ആളുകൾ വളരരുത്. വളർന്നാൽ ഗ്രൂപ്പ് പൊളിയും. വളരരുത്, ആളുകൾ വളരരുത്. ഗ്രൂപ്പ് ഉണ്ടെങ്കിലേ പൊളിറ്റിക്സ് നടക്കത്തുള്ളൂ. അപ്പൊ ഇതിന്റെ പുറകിൽ ആരാന്നൂടെ പഠിച്ചോണം. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിനക്ക് സ്വർഗത്തിൽ പോണെങ്കിൽ നീ ഒരു ഗ്രൂപ്പിന്റെ ആളാകരുത്. രഹസ്യത്തിലോ പരസ്യത്തിലോ നീ ഒരു ഗ്രൂപ്പിന്റെ ആളാകരുത്. എനിക്കത് വായിച്ചപ്പോൾ അത്ഭുതം തോന്നി. പൗലോസിന്റെ പക്ഷക്കാരനോ പത്രോസിന്റെ പക്ഷക്കാരനോ? അപ്പൊ ഇവർക്ക് ലീഡേഴ്സുമായിട്ടൊക്കെ നല്ല അടുപ്പമുണ്ടല്ലോ. അതുണ്ടായിട്ടല്ലെന്ന് ഇവർ അടിച്ചുവിടുന്നതായിരിക്കും ചിലപ്പോൾ, ഇവർക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഉണ്ടല്ലേ കുറെ പേർക്ക് ജീവിക്കാൻ പറ്റും. അല്ലാതെ എല്ലാവരും പറ്റും. ആത്മീയരായ കുറെ പേര് എന്ത് ചെയ്യും? പെരുന്നാൾ സമയത്ത് കച്ചവടം കൊണ്ട് മാത്രം ജീവിക്കുന്നവൻ പെരുന്നാൾ വേണ്ടെന്നുള്ള പ്രസംഗം കണ്ട കല്ലെടുത്തെറിയില്ലേ? വേണ്ടേ? അല്ല പറ, ചോദ്യോത്തരത്തിന് നേരമില്ല. പെരുന്നാൾ കച്ചവടം കൊണ്ട് ജീവിക്കുന്നവൻ പെരുന്നാൾ നിന്നുപോയി എന്ന് പ്രസംഗിക്കുന്നവനെ എന്ത് ചെയ്യും? കല്ലെറിയും. കാരണം പെരുന്നാൾ നിന്ന് അവന്റെ കഞ്ഞുകൂടി മുട്ടിപ്പോവും. കേൾക്കാൻ ചെവിയുള്ളവ കേൾക്കട്ടെ. ഗ്രൂപ്പിസം അവസാനിച്ചാൽ ശുശ്രൂഷ തീരുന്നവരുണ്ടെന്ന് ക്ഷമിക്കണം. പക്ഷേ എന്തിനു വേണ്ടി സമുദായം വിട്ടു? എന്തിനു വേണ്ടി താലിമാല പൊട്ടിച്ചു? എന്തിനു വേണ്ടി സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു? നീ ആരുടെ ആളാ? പറ, നീ ആരുടെ ആളാ? പൗലോസ് ഗ്രൂപ്പിസത്തിന് സപ്പോർട്ടല്ല. പൗലോസ് പറയുന്നു, ഞങ്ങൾ ഏതുമില്ല, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നതോ ദൈവമത്രേ. ഈ പ്രസംഗം ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. അവര് പകരം വീട്ടും, അവരെ കൊണ്ട് ചെയ്യാവുന്ന പോലെ. പക്ഷേ ദൂത് തന്നത് ദൈവമാണെങ്കിൽ പറയാതിരുന്നാൽ കുറ്റം എന്റെ മേൽ,
പറഞ്ഞാൽ അതിന്റെ ബാക്കി ദൈവം ചെയ്തോളും. ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ഇതിനകത്തുന്ന ഒരു തലമുറയെ ദൈവം വേർതിരിക്കും. ഒരു ഗ്രൂപ്പിലും പെടാതെ കുരിശിൽ ചോര ഒഴുക്കിയ തമ്പുരാന്റെ ഗ്രൂപ്പിൽ നിൽക്കാൻ, കാൽവറിയിൽ ചങ്കു പിളർന്നവന്റെ ഗ്രൂപ്പിൽ മാത്രം നിൽക്കാൻ അവസാന തുള്ളി വരെയും ഊറ്റിത്തന്ന യേശുവിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കാൻ സന്നദ്ധരായ ഒരു തലമുറയെ ഇതിനകത്തുനിന്ന് ദൈവം വിളിക്കുന്നു. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. എന്റെ പ്രസംഗം കൊണ്ടല്ല, അഭിഷേകത്താലേ അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആത്മാവിറങ്ങി വന്ന് വചനത്തോട് ചേർന്ന് വ്യാപരിച്ച് നിങ്ങളുടെ അകത്ത് അതാഴ്ത്തി എഴുതുക. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവശക്തി വ്യാപരിക്കുന്നത് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരാളും വന്നതുപോലെ തിരിച്ചു പോകത്തില്ല. ഒന്ന് വാ തുറന്ന് പ്രാർത്ഥിച്ചേ. വാ തുറന്ന് പ്രാർത്ഥിച്ചേ, നിലവിളിച്ച് പ്രാർത്ഥിച്ചേ. ലോകത്തിന്റെ ഒരറ്റത്ത് വിശുദ്ധന്മാരെ വെട്ടിക്കൊല്ലുന്നു, ആരാധനാലയങ്ങൾ തല്ലിപ്പൊളിക്കുന്നു. നീ എന്ത് കളിച്ചോണ്ട് നടക്കുക? നിലവിളിക്ക്. ദൈവത്തിന്റെ തീ ഭാരതത്തിൽ കത്തട്ടെ. ചെറുമക്കലിൽ നിന്ന് ഒരു ഉണർവിന്റെ ജ്വാല ഭാരതത്തിലേക്ക് കത്തി പടരുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. പൊട്ടിക്കരയുവാൻ ആത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ പൊട്ടിക്കരയണം. നിലവിളിക്കാൻ ആത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ നിലവിളിച്ചോണം. ഇതൊരു ഉണർവിന്റെ കേന്ദ്രമാ. ദിസ് ഈസ് എ റിവൈവൽ സെന്റർ. ഇവിടെ വന്ന ജനത്തിന്റെ മേൽ ആത്മാവ് വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ജനം മൊത്തം ആത്മാവിൽ നിറയണം. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ തന്നെ. ആരും തൊടാതെ രോഗസൗഖ്യം ഇതിനകത്തിറങ്ങി വരുന്നു. വെളിപ്പാടുകൾ യൗവനക്കാർ പ്രാപിക്കുന്നു. ശുശ്രൂഷയ്ക്കായി ചെറുപ്പക്കാരെ ആത്മാവ് വേർതിരിക്കുന്നു. ഏലിയാവിന്റെ കയ്യിൽ നിന്ന് ഒരു പുതപ്പ് ഏലീശയുടെ മേൽ വീണു. അവനവന്റെ തൊഴിൽ നിർത്തി വേലക്കിറങ്ങി. ഇന്ന് രാത്രി ചിലരെ പരിശുദ്ധാത്മാവ് വേലക്കായി വേർതിരിക്കുന്നു. പുതപ്പ് വീഴുന്നു. അഭിഷേകം, അഭിഷേകം, അഭിഷേകം. ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ. ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിൽ അഭിഷേകം വ്യാപരിക്കുന്നു. ഇതൊരു സാധാരണ യോഗമല്ല. പ്രവചിച്ച് ഞാൻ പറയുന്നു, ഒരു ഗ്രൂപ്പിന്റെ ആളല്ലാതെ കുരിശിൽ ചോര ചിന്തിയ നാഥന് വേണ്ടി മരണം വരെയും
ഓടുവാൻ ഇതിനകത്തുനിന്ന് യുവതികളെയും യുവാക്കന്മാരെയും പരിശുദ്ധാത്മാവ് വേർതിരിക്കുന്നു. നിങ്ങൾക്ക് കൺഫർമേഷന് വേണ്ടി നിങ്ങളിലേക്ക് ആത്മാവ് വരുന്നു. നിങ്ങൾക്കത് തിരിച്ചറിയാത്തക്കവണ്ണം ആത്മാവിന്റെ ശക്തിയേറിയ വ്യാപാരം ഈ പന്തലിൽ ഇതാ ഒരു തീ പോലെ കത്തുന്നത്. യഹോവയുടെ കാറ്റ് ഈ ജനത്തിന്റെ മേൽ ഊതുക. അസ്ഥികൾ ജീവിക്കട്ടെ, അസ്ഥികൾ ജീവിക്കട്ടെ. ഒരു സൈന്യമായി എഴുന്നേൽക്കട്ടെ. പാതാള ഗോപുരങ്ങളോട് തുറന്ന് യുദ്ധം ചെയ്യുവാൻ ഒരു സൈന്യം ചെറുവക്കലിൽ നിന്ന് പുറപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. കർത്താവേ, ഈ കുട്ടികളെ നിറയ്ക്കണമേ, ശുദ്ധീകരിക്കണമേ. അഭിഷേകത്താൽ ഒരു ശുദ്ധീകരണം ഇവിടെ വെളിപ്പെടട്ടെ. ഈ പെൺകുട്ടികൾ ആത്മാവിൽ നിറയട്ടെ, ഈ ആൺകുട്ടികൾ ആത്മാവിൽ നിറയട്ടെ. കർത്താവേ, മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും വാട്സപ്പും ഫേസ്ബുക്കും ഇവരെ അടിമകളാക്കി വെച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ആ നുകങ്ങൾ ഇപ്പോൾ ഒട്ടിഞ്ഞുപോട്ടെ. ഇന്റർനെറ്റിന്റെ വ്യാജ പിടിയിൽ നിന്ന് ചെറുപ്പക്കാർ പുറത്തു വരട്ടെ. മയക്ക് മരുന്നിന്റെയും വിവാഹ മോചനത്തിന്റെയും ലൈംഗിക പാപങ്ങളുടെയും അടിമത്തത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഈ തലമുറ പുറത്തു വരട്ടെ. പ്രാർത്ഥിച്ചോ, 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 പ്രാർത്ഥിച്ചോ. വെറുതെ പ്രസംഗിച്ചങ്ങ് തീർക്കുകയല്ല, അതിനോട് കൂടെ സ്വർഗത്തിലും ആത്മമാരി ഇവിടെ ഇറങ്ങുക. ഇന്ന് രാത്രി ഒരാളും ആത്മാവിൽ നിറയാതെ ഇവിടുന്ന് പോകരുത്. ഒരഭിഷേകം, ആത്മസ്നാനം അതിന്റെ പൂർണ്ണ അളവിൽ ചിലരും കൂടെ പ്രാപിക്കട്ടെ. പുതുതായി ചിലർ ഇന്ന് അന്യഭാഷയിൽ സംസാരിക്കട്ടെ. കൃപാവരങ്ങൾ പ്രാപിക്കട്ടെ. കണ്ണുകൾ തുറക്കട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ